നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമാ ന്യൂസ്. ഇപ്പോൾ അതത് സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം, കൈ മുന്നോട്ട് നീക്കാം. ഞാൻ ചൊല്ലിത്തരുന്നതായുള്ള വാക്കുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയും ചെയ്യാം. ദൈവനാമത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ഒരു സുവിശേഷകനായിരിക്കും. ഞാനൊരു സുവിശേഷകൻ എന്ന തിരിച്ചറിവ് തിരിച്ചു പിടിക്കണമെന്ന ആഹ്വാനത്തോടെ മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ 1 വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി. സംഘത്തിന് ജന്മം നൽകിയ അയിരൂർ ചായൽ മാർത്തോമാ പള്ളിയിൽ ഒരുക്കിയ സമാപന സമ്മേളനം ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. അപരൻ നമ്മിൽ ക്രിസ്തുവിനെ ദർശിക്കത്തക്ക വിധം സ്വജീവിതം ക്രമീകരിക്കപ്പെടണമെന്നും നമ്മുടെ പരിസരങ്ങളിലേക്ക് ക്രിസ്തു സ്നേഹം പകരപ്പെടണമെന്നും മെത്രാപ്പോലീത്ത ആഹ്വാനം ചെയ്തു. മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്നതായുള്ളൊരു പ്രവർത്തനമാണ്. ആളാം പ്രതിയായിട്ടുള്ള പ്രവർത്തനം കൂട്ടമായിട്ട് വരുന്ന അവസരത്തിൽ എല്ലാവരും കൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘത്തിൽ പ്രവർത്തകരായിട്ടുള്ള ആളുകളല്ലാതെ ആരും സഭയ്ക്കുള്ളിലില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എനിക്ക് സന്തോഷമുണ്ട്. എന്നെ പുരുഷന്മാരും സ്ത്രീകളും കുടുംബസ്ഥരായിട്ടുള്ള ആളുകളും എല്ലാം ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത്. നമ്മളുടെ ഇടവക തലത്തിലുള്ള നമ്മളുടെ ഇടവകയിലെ മീറ്റിങ്ങിൽ പുരുഷന്മാരും സ്ത്രീകളും സംബന്ധിക്കുവാൻ കാരണം പ്രത്യേകമായിട്ട് താല്പര്യപ്പെടണം എന്നത് ഓർമ്മിപ്പിക്കട്ടെ. കുടുംബസ്ഥരായിട്ടുള്ള ആളുകൾക്കും വന്നെ സംബന്ധിക്കുവാൻ കഴിയുന്നതായി ഒന്നാണ്. പല ഇടവകളിലും പുരുഷന്മാർ തന്നെ ഒരു 10-15 പേരെ ഒരുമിച്ച് കൂടുന്നതായുള്ള മീറ്റിങ്ങുകളായി ഇടവ മിഷൻ്റെ മീറ്റിങ്ങുകൾ തീർന്നിട്ടുണ്ട് എന്നത് എനിക്കറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ഇത് ഞാൻ പറയുന്നത്. അത് പ്രാവർത്തികമാക്കി തീർക്കുവാനായിട്ട് കഴിയണമെങ്കിൽ നമ്മളുടെ സമർപ്പണമാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ആ സമർപ്പണം എന്ന് പറയുന്നത് ഇതിലുള്ള പങ്കാളിത്തമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായുള്ള കഴിവുകൾ, സാധ്യതകൾ, സമയം ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് വിനിയോഗിക്കുവാനായിട്ട് ബദ്ധശ്രദ്ധ കാണിക്കുന്നു എന്നത് നമ്മളുടെ ജീവിതം കൊണ്ട് തന്നെ പറയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരേണ്ടതായിട്ടുള്ള ഒന്നാണ്. ഒരു ചെറിയ ആരംഭത്തിലൂടെയാണ് ഈ സംഘടന വളർന്നു വന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്ര സംഭവം കൂടിയാണ്. എന്നാൽ ഇത്രത്തോളം വളരുമാറാക്കിയതായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ ഇടയായിട്ടെത്തുന്നത് അഭാഗ്യസ്മരണീയനായിട്ടുള്ള അഭിമന്യ എബ്രഹാം മാർത്തോമാ തിരുമേനിയുടെ നേതൃത്വം, അതോടുകൂടി തന്നെ അന്നേ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നതായുള്ള ദിവ്യശ്രീ CP ഫിലിപ്പോസ് കശീശ, മുത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി, കോളാകോട്ടെ CJ ജോൺ ഉപദേശി, തെക്കേമുറിയിൽ TV ചെറിയൻ ഉപദേശി ആദ്യമായിട്ടുള്ള ആളുകളുടെ പ്രത്യേകമായിട്ടുള്ള നേതൃത്വമാണ്. ഈ പറഞ്ഞതായുള്ള ആളുകളെയൊക്കെ നാം ഓർക്കുന്ന അവസരത്തിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രവർത്തിച്ചതായുള്ള പ്രവർത്തന സരണികളെക്കുറിച്ച് ഓർക്കുവാനായിട്ട് കഴിയുന്നതായിട്ടൊരു സാഹചര്യം കൂടിയാണ്. സന്ദർഭമുണ്ടായിട്ട് പ്രവർത്തിക്കാം എന്ന് പറയുകയല്ല, ദൈവം തന്നിരിക്കുന്ന സന്ദർഭങ്ങളെ കണ്ടെത്തി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമുക്കിടയായിട്ട് തീരണം. സുവിശേഷം തങ്ങളുടെ പരിസരങ്ങളിലേക്ക് വ്യാപിക്കേണ്ടത് ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയാണ്. വ്യക്തി ജീവിതത്തിൽ മാനസാന്തരം സംഭവിക്കുമ്പോൾ അത് കുടുംബങ്ങളുടെയും നാടിന്റെയും സഭയുടെയും ഗുണാത്മകമായ പരിവർത്തനത്തിന് വഴിതെളിക്കും. ഞാനൊരു സുവിശേഷകൻ എന്ന തിരിച്ചറിവ് തിരിച്ചു പിടിക്കുകയാണ് ആവശ്യമെന്നും മെത്രാപ്പോലീത്ത ഉദ്ബോധിപ്പിച്ചു. സംഘം പ്രസിഡന്റ് മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ യാക്കി മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത എന്നിവർ ശതാബ്ദി സന്ദേശങ്ങൾ നൽകി. പ്രത്യേക ശതാബ്ദി പതിപ്പ് പ്രകാശനം തോമസ് മാർ തിമത്തിയോസ് എപ്പിസ്കോപ്പയും, ഉണർവ് ഗാനങ്ങളുടെ ശതാബ്ദി പതിപ്പ് പ്രകാശനം ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പയും നിർവഹിച്ചു. ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ, MLA-മാരായ മാത്യു T തോമസ്, പ്രമോദ് നാരായണൻ, വികാരി ജനറൽ വെരി റെവറൻ മാത്യു ജോൺ, ചായൽ ഇടവക വികാരി റെവറൻ A ഇബ്രഹാം, വൈസ് പ്രസിഡന്റ് അനിയൻ കുഞ്ഞു പുല്ലാട്, അസിസ്റ്റന്റ് സെക്രട്ടറി ബാബുക്കുട്ടി നാരകത്താനി, ട്രഷറർ കോരുത്ത് സാമുവേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 101 അംഗ ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി.
സമാപന സമ്മേളനത്തിന് മുൻപായി നടന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ സംഘം മുൻ പ്രസിഡന്റ് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായി. 22-ന് വൈകുന്നേരം നടന്ന ഉണർവ് കൺവെൻഷനിൽ റവറന്റ് A.T. സഖറിയ പ്രസംഗിച്ചു. സംഘം പ്രസിഡന്റ് മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നിയോഗ വഴികളിൽ പുതുചരിത്രമെഴുതി 2 ഷമാശന്മാർ വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യ വൈദികനായി ഷമാസ് R. സദാനന്ദും കർണാടകയിൽ നിന്നുള്ള 25ാമത്തെ വൈദികനായി ഷമാസ് ജോഷുവ ഇബ്രഹാമും പൊള്ളാച്ചി നല്ലൂർ മാർത്തോമ മിഷൻ സെന്ററിൽ നടന്ന ശുശ്രൂഷയിൽ വൈദികരായി. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ മിഷൻ ഫീൽഡായ പൊള്ളാച്ചിയിൽ നിന്നാണ് R. സദാനന്ദ് വൈദിക ശുശ്രൂഷയിൽ എത്തിയത്. കർണാടക നവജീവൻ സമിതിയുടെ ചിന്താമണി മിഷന്റെ ഭാഗമാണ് ജോഷുവ ഇബ്രഹാം. ചെന്നൈ, ബാംഗ്ലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായി. സുവിശേഷ പ്രസംഗ സംഘം മുൻ ജനറൽ സെക്രട്ടറി റവറന്റ് ജോർജ് ഇബ്രഹാം വചന ശുശ്രൂഷ നിർവഹിച്ചു. വികാരി ജനറൽ വെരി റവറന്റ് ജോർജ് മാത്യു, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ, സഞ്ചാര സെക്രട്ടറി റവറന്റ് ജിജി വർഗീസ്, ട്രഷറർ എബി വാരിക്കാട്, ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, ഇടവക വികാരി റവറന്റ് അജിൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അനുമോദന സമ്മേളനവും ചേർന്നു. വിവിധ പള്ളികളിലായി നടന്നുവന്ന കശീശ പട്ടംകൊട ശുശ്രൂഷകൾ 27-ന് തിരുവല്ല സെന്റ് തോമസ് പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷയോടെ സമാപിക്കും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികനായിരിക്കും. ഷമാശന്മാരായ മാത്യു എബ്രഹാം വർഗീസ്, ബ്ലെസൻ ജോർജ് എന്നിവർ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കും. അയിരൂർ കർമ്മേൽ, മന്ദമരുതി ബഥേൽ, വലിയകാവ് സെന്റ് തോമസ് പള്ളികളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടംകൊട ശുശ്രൂഷകൾ നടന്നു. റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് അഫ്രിക്കൻ മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികനായി. ഷമാശന്മാരായ റിനു ജോൺ, ജസ്റ്റിൻ എ തോമസ്, അലൻ തോമസ്, സോനു ജോർജ് തോമസ് എന്നിവർ വൈദിക ശുശ്രൂഷകളിൽ നിയോഗിതരായി. ഭാരത ജനതയ്ക്ക് ദൈവവചനം നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ച ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനമാണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ. വേദപുസ്തക പരിഭാഷ, പ്രസാധനം, വിതരണം, തിരുവചനത്തിൻ്റെ ഇടപെടൽ, വിഭവ സമാഹരണം എന്നിവയിലൂടെ 2 നൂറ്റാണ്ടിൽ ഏറെയായി ഇന്ത്യയിൽ നമ്മളുടെ ബൈബിൾ സൊസൈറ്റി അതിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. കേരളം ഉൾപ്പെടെ 17 ഓക്സിലറികളിലൂടെയും ഷില്ലോങ്ങിലുള്ള ട്രാൻസ്ലേഷൻ സെൻറ്ററിലൂടെയും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദൈവവചനം പ്രദാനം ചെയ്യുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി പ്രസിഡന്റായി മാർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് CSI കത്തീഡ്രലിൽ നടന്ന കേരള ഓക്സിലറിയുടെ 68ാമത് വാർഷിക സമ്മേളനത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷനായി. മാർത്തോമ മെത്രാപ്പോലീത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേദപുസ്തക മൂല്യങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയും പുതിയ തലമുറയിലേക്ക് പകരുകയും വേണമെന്ന് മെത്രാപ്പോലീത്ത ഉദ്ബോധിപ്പിച്ചു. വേദപുസ്തകം അടഞ്ഞ പുസ്തകമാകരുത്, വചനം വായിക്കുകയും ജീവിതത്തിൽ സംശീകരിക്കുകയും വേണമെന്ന് മെത്രാപ്പോലീത്ത പറഞ്ഞു. 1956-ൽ രൂപീകൃതമായ കേരള ഓക്സിലറിയുടെ 17ാമത് പ്രസിഡന്റാണ് മെത്രാപ്പോലീത്ത. കേരളത്തിന്റെ ഹൃദയഭാഷയായ മലയാളത്തിൽ അവരവർക്ക് താങ്ങാവുന്ന വിലയിൽ വേദപുസ്തകം ലഭ്യമാക്കുക എന്നതാണ് കേരള ഓക്സിലറിയുടെ ലക്ഷ്യം. നിലവിൽ നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റ്, കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ, ബാംഗ്ലൂർ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ സെന്റർ എന്നിവയുടെ പ്രസിഡന്റ് കൂടിയാണ് മാർത്തോമ മെത്രാപ്പോലീത്ത. ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷിച്ചു. സഭാ ആസ്ഥാനത്തും ഭദ്രാസനങ്ങളിലും ദേശീയ പതാക ഉയർത്തി. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത കുമ്പനാട് മാർ ക്രിസോസ്റ്റം ഫെലോഷിപ്പ് മിഷൻ ആശുപത്രിയിൽ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ഭിന്നിപ്പിന്റെ ശക്തികളെ പ്രതിരോധിക്കുകയും വേണമെന്ന് മെത്രാപ്പോലീത്ത പറഞ്ഞു. നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ തനിമ. വേർതിരിവ്
ഒളിപ്പിരിവുകളുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന ആധിപത്യ വിരുദ്ധതയുടെ കൂട്ടായ്മകളെ വിഭാവനം ചെയ്യുന്ന അവസരമായി സ്വാതന്ത്ര്യദിനം മാറണം. സ്വാതന്ത്ര്യത്തിന്റെ ജീവവായു ശ്വസിക്കുവാൻ ആഗ്രഹിച്ച ഒരു ജനത പലപ്പോഴും സാമൂഹിക അസമത്വത്തിന്റെയും അസഹിഷ്ണുതയുടെയും ഇരകളായി സ്വന്തം രാജ്യത്ത് അടിമകളായി ജീവിക്കുന്നു. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുവാൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഓരോ പൗരനും അനുഭവവേദ്യമാകുന്നതെന്നും മെത്രാപ്പോലീത്ത വ്യക്തമാക്കി. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ റെവറൻഡ് തോമസ് ജോൺ അധ്യക്ഷനായിരുന്നു. വികാരി ജനറൽ വെരി റെവറൻഡ് KM മാമൻ, സഭാ കൗൺസിൽ അംഗം റെവറൻഡ് ഡാനിയൽ മാമൻ, റെവറൻഡ് അലക്സാണ്ടർ A. തോമസ്, റെവറൻഡ് തോമസ് മാത്യു, റെവറൻഡ് ജോൺ N. എബ്രഹാം, റെവറൻഡ് ജോസഫ് ജോണി, ആശുപത്രി ട്രഷറർ ജോർജ് V. സക്കറിയ എന്നിവർ പങ്കെടുത്തു. സഭാ ആസ്ഥാനത്ത് ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ പതാക ഉയർത്തി. സഭാ സെക്രട്ടറി റെവറൻഡ് എബി ടി മാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവല്ല നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ പ്രിൻസിപ്പൽ സൂസമ്മ മാത്യു സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ മെറിൻ മാത്യു പതാക ഉയർത്തി. മാർച്ച് പാസ്റ്റും ദേശഭക്തി ഗാന ആലാപനവും ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി. फूल से ही तो सजती संवरती है रांझ, तेरे इश्क की मैं हकदार नहीं, तेरी हीर तो धरती है रांझे. മാർത്തോമാ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ നവീകരിച്ച അരമനയുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ 24-ന് ശനിയാഴ്ച നടത്തും. വൈകുന്നേരം 4-ന് നടക്കുന്ന പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത നേതൃത്വം നൽകും. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത അധ്യക്ഷനായിരിക്കും. 2018-ലെ മഹാപ്രളയത്തിൽ നാശം നേരിട്ട ഭദ്രാസന കെട്ടിട സമുച്ചയം കാലോചിതമായി നവീകരിക്കുകയായിരുന്നുവെന്ന് ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് തോമസ് കോശി പനശമൂട്ടിലും ട്രഷറർ അനു ഫിലിപ്പും അറിയിച്ചു. പഠിപ്പുള്ളവർ വർദ്ധിക്കുകയും അറിവുള്ളവർ കുറയുകയും ചെയ്യുന്നതാണ് സമകാലീന സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയെന്ന് പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. റാന്നി ഇടക്കുളം മാർത്തോമാ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാർക്കുകൾ വാരിക്കൂട്ടുവാൻ സഹായിക്കുന്നവരല്ല, മൂല്യബോധം പകരുന്നവരായിരിക്കണം അധ്യാപകരെന്നും തൊഴിൽ എന്നതിനേക്കാൾ സാമൂഹ്യ ഉത്തരവാദിത്വമാണെന്ന ചിന്തയോടെ പ്രവർത്തിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ മിന്നി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് തോമസ് കോശി പനച്ചുമൂട്ടിൽ, അഡ്മിനിസ്ട്രേറ്റർ റെവറൻഡ് മാത്യു സ്കറിയ, അനില നായർ, ചെയർമാൻ നിർമ്മൽ മാത്യു വർഗീസ്, എലീന എൽസ തോമസ്, അമല പി നൈനാൻ, ദിവ്യ ദിവാകരൻ, ഷിജി മാത്യു എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ അമ്പലിക്കായ് മിഷൻ ദിനാഘോഷം ഓട്ടൻഛത്രം മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തി. ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. മിഷണറി റോബിൻ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റെവറൻഡ് ജിൻസ് വി ജോൺ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു. സെക്രട്ടറി സുവിശേഷകൻ അജു ജെ വിജയൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുവിശേഷ പ്രസംഗ സംഘം സഞ്ചാര സെക്രട്ടറി റെവറൻഡ് ജിജി വർഗീസ്, സതേൺ റീജിയൻ കോർഡിനേറ്റർ റെവറൻഡ് സാപ്പു തോമസ്, പൊള്ളാച്ചി മിഷൻ മിഷണറി റെവറൻഡ് അജൻ ഇബ്രഹാം, റെവറൻഡ് ജോസഫ് ലിനോ, ഉദുമൽപേട്ട മിഷണറി റെവറൻഡ് ജോൺ വർഗീസ്, മാനേജിംഗ് കമ്മിറ്റി അംഗം ജിബു തോമസ് ജോൺ, ജേക്കബ് തോമസ്, ഡോക്ടർ എസ്മി പിഒ, ബേബിക്കുട്ടി, സുവിശേഷകൻ സഞ്ജയ് ജോയ്, റെവറൻഡ് സദാനന്ദം, റെവറൻഡ് ഡീക്കൻ ജോസഫ് ദിനകരൻ ഉൾപ്പെടെ 300-ലധികം ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ഉന്നത വിജയം കൈവരിച്ച കുഞ്ഞുങ്ങളെ ആദരിച്ചു. രാവിലെ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിച്ചു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിന്റെ താലന്ത് സംഗമം റെവറൻഡ് ജോൺസൺ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഓദ്ര ഇബനേസർ ഇടവക വികാരി റെവറൻഡ് TS ഫിലിപ്പ് ധ്യാന പ്രസംഗം നടത്തി. സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിന്റെ അർദ്ധവാർഷിക പ്രസിദ്ധീകരണമായ വയോജന ശബ്ദത്തിന്റെ പ്രകാശനം ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ സാംസൺ എം ജേക്കബ് സഭാ വൈദിക ട്രസ്റ്റി റെവറൻഡ് ഡേവിഡ് ഡാനിയലിന് നൽകി പ്രകാശനം ചെയ്തു. റെവറൻഡ് MM തോമസ്, റെവറൻഡ് KE ഇബ്രഹാം, സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഭദ്രാസന സെക്രട്ടറി അഡ്വക്കേറ്റ് P ജോൺ തോമസ്, ട്രഷറർ ES അലക്സാണ്ടർ, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജേക്കബ് കോശി, പ്രോഗ്രാം കൺവീനർ ഗീവർഗീസ് മാത്യു എന്നിവർ നേതൃത്വം നൽകി. മുളക്കുഴ സെന്റ് തോമസ് മാർത്തോമാ ഇടവക സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. റെവറൻഡ് PJ അലക്സ്, റെവറൻഡ് ഡോക്ടർ ജോൺ ജോർജ് എന്നീ വൈദികരും പങ്കെടുത്തു.
മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ചാകലമാരി മിഷന്റെ വാർഷിക ആഘോഷം മിഷൻ സെന്ററിലെ എബനേസർ മാർത്തോമ ചർച്ചിൽ നടന്നു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ് കാർമ്മികത്വം വഹിച്ചു. പൊതുയോഗത്തിൽ മിഷണറി റവറൻ എബൻ സി മാത്യു അധ്യക്ഷത വഹിച്ചു. സുവിശേഷകൻ ലോകേഷ് കെ ബി പ്രാരംഭ പ്രാർത്ഥന നടത്തി. റവറൻ ജിജി വർഗീസിനെ റവറൻ എബൻ സി മാത്യുവും സുവിശേഷകരും ചേർന്ന് പൊന്നാട അണിയിച്ചു. മാർത്തോമ വിദ്യാനികേതൻ ബോയ്സ് ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെയും ചാങ്കലമാരി മിഷൻ കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ വ്യത്യസ്തമായി. റവറൻ ജിജി വർഗീസ് മുഖ്യ സന്ദേശം നൽകി. റവറൻ രവികുമാര ബി വി, ഡോക്ടർ ശാന്തി ജോർജ്, റവറൻ ഡിബൻ കെ ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. മിഷൻ സെക്രട്ടറി സുവിശേഷകൻ മാത്യു CI റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാകലമാരി മിഷനിൽ നിന്നും സുവിശേഷകരായി വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന 11 പേരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രോഗ്രാം കൺവീനർ സുവിശേഷകൻ പ്രേംകുമാർ കെ, റവറൻ റോജിൻ R ഇബ്രഹാം എന്നിവർ സംസാരിച്ചു. ബംഗളൂരു വൈറ്റ്ഫീൽഡിലെ എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ സെന്റർ സംഘടിപ്പിച്ച റവറൻ ഡോക്ടർ MA തോമസ് മെമ്മോറിയൽ പ്രഭാഷണ പരമ്പര മാർത്തോമ സഭാ പരമാധ്യക്ഷനും ECC ചെയർമാനുമായ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സ്ത്രീകൾ എന്ന വിഷയത്തിൽ ഡൽഹിയിലെ സെന്റർ ഫോർ വിമൻ ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ മേരി ഇ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയൂസ് മെത്രാപ്പോലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ECC വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ഡോക്ടർ സരസു എസ്തർ തോമസ്, ഡോക്ടർ ജോൺ RT സുരേഷ്, ECC ഡയറക്ടറും മാർത്തോമ സഭാ വികാരി ജനറലുമായ റവറൻ ഡോക്ടർ ഷാം പി തോമസ്, ട്രഷറർ MO വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. നവീകരിച്ച സെമിനാർ ഹാളിന്റെ ആശീർവാദം, കുർബാന എന്നിവയ്ക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ECC വാർഷിക കൗൺസിൽ യോഗവും നടത്തി. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.